തല ഫുള്ളായിട്ട് പക്കാവായിട്ടുണ്ട്. ഇങ്ങനെ കടിച്ച് കഴിക്കേണ്ടതാണ്. നമുക്ക് നല്ല ലെമണൊക്കെ ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ച് ഹലോ ഗൈസ്, മറ്റൊരു എപ്പിസോഡ് എവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഉള്ളത് ശങ്കരൻകടവ് എന്ന് പറയുന്ന സ്ഥലമാണ്. ശങ്കരൻകടവ് എന്ന് പറയുമ്പോൾ നമ്മളെ വെള്ളറടയിൽ നിന്ന് കറക്റ്റ് 9 കിലോമീറ്ററാണ്. നമ്മൾ നെട്ട കളിയൽ റോഡിലുള്ളൊരു സ്ഥലമാണ് ശങ്കരൻകടവ് എന്ന് പറയുന്നത്. നിങ്ങളിത് ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രകൃതി മനോഹരമായ ചിറ്റാർ ഡാം, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ ഇതിനു മുമ്പ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് നെട്ട, അതിനെ സംബന്ധിക്കുന്ന ഒരു ഡാമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സുലൈമാൻ ചേട്ടൻ്റെ ഒരു ഷോപ്പുണ്ട്. ഈ ഡാമിൽ നിന്ന് തന്നെ പിടിക്കുന്ന മീനുണ്ട് കൊണ്ടുള്ള സ്പെഷ്യൽ മീനിൻ്റെ തലക്കറിയും ഫ്രൈയും കപ്പയൊക്കെ ഉള്ളൊരു സ്പെഷ്യൽ കടയുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കടയ്ക്കകത്ത് വന്നിരിക്കുകയാണ്. സുലൈമാൻ ചേട്ടൻ ഇവിടെ ജോലിയും കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ചെറിയ സ്ഥലമാണ്, കാരണം ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് പിടിച്ച് ഫ്രഷ് ആയിട്ട് ചെയ്യുന്നതാണ്. വേറെ എന്തൊക്കെ ഇവിടെ വിശേഷങ്ങളാണ് നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ടുണ്ട്? തലക്കറി, എല്ലാ ദിവസവും അവൈലബിൾ ആണോ മുയൽ? ഇല്ല, ഞായറാഴ്ച ദിവസം ലീവ് ദിവസങ്ങളിലാണെങ്കിൽ മുയലുണ്ടാവും. പിന്നെ അല്ലാതെ കോഴി തോരനൊക്കെ ഉണ്ടാവും. തോരനും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ പറഞ്ഞു കേട്ടല്ലോ നിങ്ങൾ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്പെഷ്യലായ തലക്കറിയും ഫിഷിൻ്റെ, കാരണം ഈ ഡാം അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ഫ്രഷ് ആയിട്ടുള്ള മീൻ പിടിച്ച് അതാണ് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ ഓർഡർ അനുസരിച്ചും അല്ലാതെ ഞായറാഴ്ച ദിവസങ്ങളിൽ മുയലിറച്ചിയും കാര്യങ്ങളും കോഴിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്കിനി നേരെ ഫുഡിൻ്റെ കാര്യത്തിലോട്ട്. ഫ്രണ്ട്സ്, ഇവിടെ മീൻ എന്താണെന്ന് വെച്ചാൽ നേരത്തെ റെഡിയാക്കിയൊന്നും വെക്കില്ല, മസാല പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കടകളിലൊക്കെ വെച്ച് നല്ല ഫ്രൈ ചെയ്ത് വയ്ക്കൊന്നുമില്ല, നമ്മളിവിടെ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചാണ്. ചേട്ടാ, ഇതെന്തോ മീൻ? സിലോപ്പിയ. ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് കാണാൻ കഴിയും നല്ല സിലോപ്പിയ. ഇതാണ്ടോ മസാലയൊക്കെ പുരട്ടി നല്ലവണ്ണം മസാല കുളിച്ച് കിടപ്പുണ്ട്. പിന്നെ ഇതെന്താണ് ചേട്ടാ? കട്ടില അതുപോലെ തന്നെയാണ്, സെയിം നമ്മളെ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ നോക്കിയാൽ അറിയാം നല്ല തലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് കട്ടില മീനിൻ്റെ, നമ്മൾ നേരത്തെ കണ്ടല്ലോ ആ മീനിൻ്റെ വലിയ തലയാണ്. തലക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ അറിയാം കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഊണും കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നതാണ്. പക്ഷേ അതിനുള്ള ടൈം ആയിട്ടില്ല. ഒരു മണിയൊക്കെ ആവാൻ നേരത്ത് നമ്മൾ 11 മണി ആവുന്നുള്ളൂ. ഒരു 12 മണി കഴിയുമ്പോൾ ഇവിടെ ഊണും കിട്ടും. നമ്മളൊന്നും ഊണ് നോക്കുന്നില്ല, ജസ്റ്റ് ഇവിടുത്തെ തലക്കറിയും ഈ കപ്പ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് പറയാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞാനും മണിക്കൂട്ടനും കൂടെ ഇവിടെ കഴിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ ഇവിടെ വന്നു തുടങ്ങി. ആദ്യം കപ്പ. ഇത് കണ്ടോ, അടിപൊളി തലക്കറി. ഇത് അടിപൊളി ഫ്രൈ. അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ചോറും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല, ഇത് മാത്രമേ കഴിക്കുന്നുള്ളൂ. കപ്പയും തൊട്ട് നല്ല തലക്കറി. ഇതിലിപ്പം തലക്കറിയുടെ നല്ല ഗ്രേവി കൊണ്ടുവന്നിട്ടുണ്ട് കപ്പ കൂട്ടി കഴിക്കാനായിട്ട്. കപ്പയും തലക്കറി ഗ്രേവിയായിട്ട് നല്ല കോമ്പിനേഷൻ, അടിപൊളിയായിരിക്കുന്നു. മണിയുടെ അങ്ങനെ ഉണ്ട്, അടിപൊളിയാണ്. കുടംപുളിയില മുളക് ചട്നിയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, കൊള്ളാം. കപ്പയ്ക്ക് ഉറപ്പായിട്ട് ഇത് വേണം, അടിപൊളിയാണ്. അങ്ങനെ നമ്മളെ ഭീമൻ തലക്കറി എന്താണ്ടോ, തല ഫുള്ളായിട്ട് പക്കാവായിട്ടുണ്ട്. ഇങ്ങനെ കടിച്ച് കഴിക്കേണ്ടതാണ്. നമുക്ക് എന്തായാലും രണ്ടുപേരായിട്ട് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പീസ് ചെയ്തെടുത്ത് കഴിക്കാം. തലക്കറി കഴിക്കാനായിട്ട് പഠിക്കണം, ആക്ച്വലി അതാണ് സത്യം. അത് നല്ലവണ്ണം അറിഞ്ഞു വേണം കഴിക്കാൻ. മാക്സിമം അതിൻ്റെ ഭാഗങ്ങളൊക്കെ യൂസ് ചെയ്യണം, എങ്കിലേ അത് പ്രയോജനമുള്ളൂ. ഫ്രണ്ട്സ്, ഒരു പ്രത്യേക ഫീലാണ് ഫുഡ് എന്നുള്ളൊരു നമ്മൾ ഈ പ്രകൃതിയോട് ചേർന്ന് നിന്ന് കഴിക്കുമ്പോൾ. കാരണം ഈ ഒരു ആറ്റിൻ്റെ തീരത്ത് അവിടുത്തെ മീൻ പിടിച്ച് തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു സുഖം ഒരു പ്രത്യേക ഇത് തന്നെയാണ്. ഇതിലൊരുപാട് നമുക്ക് നോക്കിയാൽ അറിയാം, ഒരുപാട് എലുമ്പും മുള്ളും ഒക്കെ ഉണ്ട്. തല കഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കഴിക്കണം. ഇതാണ്ടാവും നല്ല വലിയ മുള്ളും അതിനകത്ത് ഉറിഞ്ച് കഴിക്കാനൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്.
നമ്മൾ ഫ്രൈ ഇതുവരെ നോക്കിയില്ല. അപ്പോൾ നമ്മളെ ഫ്രൈ ഇങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല ലെമണൊക്കെ ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ച് സെയിം മീനിൻ്റെ തന്നെയാണ് നമ്മളിവിടെ കട്ട്ല ഇവിടെ കഴിച്ചത്. ഇതിൻ്റെ തല തന്നെയാണ് നമ്മളിപ്പോൾ കഴിച്ചതും. തിലോപ്പിയ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഇതിലാണ് കുറച്ചുകൂടെ ഒരിഷ്ടം ഈ ഒരു കട്ട്ലയിലാണ്. ഇപ്പോൾ ഫ്രൈനൊക്കെ നല്ല മുരുമുരാന്ന് വന്നിട്ടുണ്ട്. തൊട്ടപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ കഴിയുന്നതൊക്കെ ഇതാണ്ടോ. ഇതിന് ഉള്ളിയും കൂട്ടി ഇങ്ങനെ അടിപൊളിയാക്കി സൂപ്പർ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഫ്രൈ സൂപ്പറാണ്, അടിപൊളി. ഫ്രണ്ട്സ്, മസാലയൊക്കെ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നുണ്ടായിരിക്കും. കുറച്ച് നേരം കൂടുതൽ വെച്ചത് നമ്മൾ വന്നപ്പോൾ തന്നെ അവർ മസാല കോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ നല്ലവണ്ണം മാരിനേഷൻ പിടിച്ചിട്ടുണ്ട്. ഇതാ പുഴമീൻ സാധനം പിടിക്കാൻ പാടില്ല, പക്ഷേ നല്ലവണ്ണം ആ മുരുമുരിപ്പും ആ മസാല അതിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. സാധാരണ നമുക്ക് പുഴമീൻ നമ്മൾ കടൽ മീൻ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു സ്മെല്ല് വരും എന്നൊക്കെ പറയും. ഇവിടെ ഒരു സ്മെല്ലും കാണാനില്ല. നല്ല ടേസ്റ്റാണ്. കാരണം അത് ഉപയോഗിച്ച് മസാല നല്ലോണം പിടിച്ചുകൊണ്ടായിരിക്കാം. വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഈ ഫുഡിൻ്റെ സീരീസ് പോലെ തന്നെ ട്രാവൽ സീരീസ് കുറേ ചെയ്തതില്ലേ. നമ്മൾ ഇതിനു മുമ്പ് നെട്ട വന്ന സമയത്ത് നെട്ട വ്ളോഗ് ഞാനതിൻ്റെ കാർഡ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെട്ട വ്ളോഗിൽ നമ്മൾ ഇതേപോലത്തെ ഈ കട്ട്ല ഫിഷായിരുന്നു. അത് അമ്മച്ചിയുടെ കടയിൽ നിന്ന് അവിടെ കഴിച്ചിരുന്നു കുറച്ച് ദിവസം മുമ്പാണ്. നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു. അങ്ങനെ നെട്ടയുടെ ട്രാവൽ വീഡിയോ കാണാത്തവർ നേരെ കാർഡിൽ പോയി നോക്കി കാണുക. പിന്നെ കൂടെ തന്നെ നമ്മൾ ഈ വീഡിയോസൊക്കെ നമ്മൾ ഫേസ്ബുക്ക് പേജിലും ഇതിൻ്റെ പേജിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ആ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കുകയാണെങ്കിൽ വേറെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തലക്കറിയും ഫ്രൈയും എല്ലാം കഴിച്ചു. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നോർമലി പുഴമീൻ സ്പെഷ്യൽ എല്ലാവരും അറിയാമെന്നുള്ള കാര്യം തന്നെയാണ്. നല്ല തണുപ്പാണ് മീൻ, നമ്മുടെ ശരീരത്തേക്ക് നല്ല തണുപ്പാണ്. ഫ്രണ്ട്സ് എല്ലാവരും തന്നെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം നിറയെ പേര് വീഡിയോ കണ്ട് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാതെ കൊണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ എന്താണ് നിങ്ങളുടെ സജഷൻസ് എന്നുള്ള കമൻറ്റ് ബോക്സിൽ എഴുതുക. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് പുതിയൊരു കട കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുവഴി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വരിക. അപ്പോൾ ഞങ്ങൾ ഇനി ഇത് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്, ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ഇനി ബാക്കി നമുക്ക് കഴിച്ച് കഴിഞ്ഞ് സംസാരിക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയിരിക്കും, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ താഴോട്ട് ഇറങ്ങി. ഈ സ്ഥലം നിങ്ങൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്, ഓർമ്മയുണ്ട് എവിടെയാണെന്ന്? നിങ്ങൾ ആ നെട്ട വ്ളോഗ് നോക്കിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നെട്ട വ്ളോഗ് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് നമ്മൾ വന്ന് നടന്ന് പോവുകയും ആ വ്ളോഗിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ആ വ്ളോഗ് കാണുക. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കടയിൽ നിങ്ങൾ ഈ ഇതുവഴി പാസ് ചെയ്യുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഫ്രൈ ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. മീൻ ഫ്രൈ കുറച്ചുകൂടെ നല്ലതായിരുന്നു. മറ്റത് മോശമെന്ന് പറയുന്നതല്ല, പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി ഫ്രൈ ആണ് ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും വ്യൂവേഴ്സ് ഇവിടെ ഇതുവഴി പോവുകയാണെങ്കിൽ മാക്സിമം കപ്പയും ഫ്രൈയും ട്രൈ ചെയ്യുന്ന ബെസ്റ്റ് ആയിരിക്കും. തലക്കറിയും കൊള്ളാം, അത് ഇഷ്ടമുള്ളവർ മാത്രം കഴിക്കുക. കാരണം തലക്കറിയിൽ ഒരുപാട് വേസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അത് കഴിക്കാൻ അറിയുള്ളവർ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ എപ്പിസോഡ് ഇവിടെ വെച്ച് സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു ചേരുന്നത്. മച്ചന്മാർ സെലിബ്രേറ്റ് യുവർ ലൈഫ്. See you next episode. Till then, goodbye from Rejith Thampi.